ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ പിന്നെ വാട്ടർ ലെവൽ നോക്കുന്ന അതില്ല അതും കയറ്റി കൊടുത്തതിന് ശേഷം ചെയ്തെടുത്തതാണ് ഈ ഒരു സംഭവം. ഹായ് ചങ്ങന്മാരെ, ഇന്ന് നമുക്ക് സ്പൈഡർ ഹുക്ക് എങ്ങനെ സെറ്റ് ചെയ്തെടുക്കാം എന്നുള്ളതിനെക്കുറിച്ചാണ് ഒരു വീഡിയോ, ചെറിയൊരു വീഡിയോ ആണ്, ഷോർട്ട് വീഡിയോസ് ആണ്. ജസ്റ്റ് ഒരെണ്ണം മാത്രം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അത് നമുക്ക് എത്രയും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഇപ്പം ഇതേപോലെയുള്ള ഒരു പ്ലേറ്റാണ് നമുക്ക് ആവശ്യമുള്ളത്. ഇത് 8 ഹൂക്ക് സെറ്റ് ചെയ്യാനുള്ള പ്ലേറ്റാണ്. ഇത് നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്, മേടിക്കാൻ കിട്ടും. ഇത് ഞാൻ വാങ്ങിച്ചത് വയനാടുള്ള ഒരു ഷോപ്പിൽ നിന്നാണ്. പിന്നെ ഓൺലൈനിൽ മീഷോയിലും കാര്യങ്ങളൊന്നും അങ്ങനെ കാണുന്നില്ല. പിന്നെ നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഒരു ഹീറ്റിംഗ് സ്ലീവാണ്, അത് 2 സെൻറ്റിമീറ്റർ വേണ്ടുള്ളൂ. പിന്നെ നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഇതേപോലെ സ്പൈഡർ ഹൂക്കിൽ സെറ്റ് ചെയ്യാനുള്ള ലൈനാണ് വേണ്ടത്. ഇതിന് മീറ്ററിന് ഒരു ഏകദേശം 6 രൂപ 7 രൂപ ആ റേഞ്ചിൽ വരും. ഇത് പിന്നെ നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഹൂക്കാണ്, സ്പൈഡർ ഹൂക്ക്. അപ്പോൾ നമുക്ക് ഈ ലൈൻ എടുക്കുന്നത് പിന്നെ അതായത് 15 സെൻറ്റിമീറ്ററാണ് ലൈൻ എടുക്കേണ്ടത്. 15 സെൻറ്റിമീറ്റർ തന്നെ വേണം, അതിൽ കുറയാൻ പാടില്ല. കുറച്ച് കൂടിയാലും കുഴപ്പമില്ല. അപ്പോൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ 15 സെൻറ്റിമീറ്ററിൽ വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്യുക, ഈ ഒരു ലൈന് കട്ട് ചെയ്തെടുക്കുന്നു. ഓക്കെ. അതിനുശേഷം ഈ വയർ ഹീറ്റിംഗ് സ്ലീവ് എന്ന് പറയും, അതായത് ഇലക്ട്രോണിക്സ് കടയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. അതൊരു 2 സെൻറ്റിമീറ്റർ ഞാൻ എന്ത് ചെയ്യുന്നു, കട്ട് ചെയ്തിട്ട് എടുക്കുന്നു കേട്ടോ. ഓക്കെ, സോറി. അപ്പോൾ നമ്മൾ കട്ട് ചെയ്തെടുത്തത് ലൈൻ എടുത്തു, അതേപോലെ തന്നെ ഹീറ്റിംഗ് സ്ലീവ് എടുത്തു, അതേപോലെ തന്നെ പ്ലേറ്റ് എടുത്തു. ഇതിൻ്റെ ഇപ്പോൾ ആവശ്യമില്ല, അത് അടുത്ത വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം. അതെങ്ങനെയാണ് സ്പൈഡർ ഹൂക്കിൽ പിന്നെ നമ്മൾ കമ്പി വളക്കുന്നതും അതേപോലെ തന്നെ റെഡിമെയ്ഡായിട്ട് വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന ഇതേപോലെയുള്ള പിന്നെ എന്താ പറയുക കേബിൾ എങ്ങനെയാണ് ഇടുന്നതെന്നൊക്കെ ഉള്ളത് അടുത്ത വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, ഇതിപ്പോൾ എന്ന് വെച്ചാൽ ഒരു ഹൂക്ക് ഞാൻ എടുക്കുന്നു, കാണുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ. അതിനുശേഷം എന്ത് ചെയ്യുന്നു, പിന്നെ ഇതിൻ്റെ ഉൾഭാഗത്തിലൂടെ, അതായത് വീഡിയോയിൽ കാണുന്നുണ്ടല്ലോ, അതായത് ഈ ഹൂക്കിൻ്റെ ഉൾഭാഗത്തിലൂടെയാണ് ഞാൻ കയറ്റുന്നത്. വളരെ ഈസി ആയിട്ടുള്ള കെട്ടുന്ന മെത്തേഡാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഒരല്പം ഇങ്ങനെ പിടിക്കുക. അതിനുശേഷം ഒരു 7 തവണ, 7 അല്ലെങ്കിൽ 6 അല്ലെങ്കിൽ 8 നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ കെട്ടാം. പക്ഷേ 5-ൽ കുറയാൻ പാടില്ല, പെട്ടെന്ന് അഴിഞ്ഞു പോകും. ഇതിപ്പം 3, 4, 5, 6, 7. ഓക്കെ. അതിനുശേഷം നേരെ ഇങ്ങനെ പിടിച്ചിട്ട് ഇതിൻ്റെ ഉൾഭാഗത്തിലൂടെ തന്നെ എന്ത് ചെയ്യുന്നു, ഇതിൻ്റെ ഉള്ളിലേക്ക് ഞാൻ കയറ്റുന്നു കേട്ടോ. ഓക്കെ, ഇങ്ങനെ കയറ്റുന്നു, കയറ്റി. ഓക്കെ. ഇനിയിപ്പോൾ നമ്മൾ മുറിച്ചെടുത്ത വയറിൻ സ്ലീവ്, അതായത് സ്ലീവ്, അത് എന്താക്കുന്നത്, കയ്യിൽ പിടിക്കുന്നു. അതേപോലെ ഇതേപോലെ ചെറിയൊരു ഇരുമ്പിൻ്റെയോ അല്ലെങ്കിൽ മറ്റേ കേബിൾ വയറിൻ്റെ പീസ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതേപോലെ വളച്ചിട്ട്, കാണുന്നുണ്ടോ, ഇതേപോലെ വളച്ചെടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ ഉള്ളിലോട്ട്, ഈ സ്ലീവിൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെ കയറ്റി വെക്കാം. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഇതേപോലെ എന്ത് ചെയ്യാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിലേക്ക്, അതായത് ഇതിൻ്റെ ഉള്ളിലേക്ക് എടുത്തതിന് ശേഷം പതിയെ സ്ലീവും വയറും വലിച്ചെടുക്കുക. ഓക്കെ, ഇങ്ങനെ വലിച്ചെടുത്തതിന് ശേഷം ഇതൊരല്പം ഇതാക്കണം. ഞാൻ ഈ 15 മീറ്ററിൽ മേലെ തന്നെ വേണമെന്ന് പറയാനുള്ള കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു അറ്റം കണ്ട, ഈ വയർ കാണുന്നുണ്ടോ, ഈ ഒരു അറ്റം എന്താക്കണം, നമുക്ക് ഇങ്ങോട്ടേക്ക് വലിച്ചെടുക്കേണ്ടത്. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് വലിച്ചെടുക്കാൻ പറ്റില്ല. അതുമാത്രമല്ല ഈ ഹൂക്ക് ഇതിൻ്റെ ഉള്ളിലോട്ടും കയറണം. അപ്പം എന്താക്കണം, നമുക്ക് ഇതിൻ്റെ ഉള്ളിലോട്ട്, അതായത് ഈ പ്ലേറ്റിൻ്റെ ഉള്ളിലോട്ട് സ്ലീവ് അടക്കം, സ്ലീവ് വലുതായാലും ഇതിൻ്റെ ഉള്ളിൽ കയറില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ചെറിയ സ്ലീവ്, ഏറ്റവും ചെറിയ സ്ലീവ് തന്നെ വാങ്ങിക്കാം. നമുക്ക് മറ്റേ ഈ എന്താ പറയുക ഇലക്ട്രോണിക് ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ സ്ലീവ് കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഓക്കെ, ഇതിപ്പോൾ കണ്ടില്ലേ. അതിനുശേഷം എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഒരല്പം വലിച്ചെടുക്കണം ഇങ്ങനെ. ഓക്കെ, അതിനുശേഷം ഞാൻ എന്ത് ചെയ്യുന്നു, ഇതിൻ്റെ ഉള്ളിലൂടെ ഇതിനെ കടത്തി വിടുന്നു. കുറച്ചും കൂടി ഒരു 15 സെൻറ്റിമീറ്റർ ഞാൻ മുറിച്ചാൽ കുറച്ചൊരു അളവ് തെറ്റിയിട്ടുണ്ടാവില്ല, എന്നാലും കുറച്ചും കൂടി കൂട്ടുന്നതാണ്. ഒരു 17 സെൻറ്റിമീറ്റർ എടുക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. എന്നാൽ ഈസി ആയിട്ട് നമുക്ക് എന്താ ഇതിൻ്റെ ഉള്ളിലോട്ട് തന്നെ കയറ്റാൻ പറ്റും. അതിനുശേഷം നമുക്ക് ഒരു കട്ടിംഗ് പ്ലെയർ എടുത്തിട്ട് ഇതിൻ്റെ ബാക്കി ഭാഗമുള്ള ഈ തല്ലെന്ന് പറഞ്ഞിട്ടില്ല, ഈ തല്ലെന്ത് ചെയ്യാന്ന് വെച്ചാൽ കുറച്ച് നല്ല ചുങ്കിൽ ഇങ്ങനെ വലിച്ചെടുക്കാം. ഓക്കെ, ഇത് കുറച്ചൊരല്പം ഒന്നെന്ത് ചെയ്യുക, ടൈറ്റ് പിടിക്കാം. അതിനുശേഷം ഇതിനെന്ത് ചെയ്യുക, ഒരല്പം ഇങ്ങോട്ടേക്ക് വലിച്ചെടുത്ത് കഴിഞ്ഞാൽ അത് അവിടെ ലോക്കായി നിന്ന്. ഇനി ഒരു കാരണവശാലും എന്ത് ചെയ്യും, മീൻ പിടിച്ചു കഴിഞ്ഞാലും ഇവിടുന്ന് ഇളകിപ്പോകുമെന്നുള്ള ഒരു തോന്നൽ നിങ്ങൾക്ക് വേണ്ട. ഒരു കാരണവശാലും വരില്ല, ഇതിൻ്റെ അപ്പുറം വരില്ല. അതായത് സ്ലീവ് ടൈറ്റായി കഴിഞ്ഞ് കഴിഞ്ഞാൽ, അതുപോലെ തന്നെ ഈ എന്താ പറയുക ലൈൻ ഇവിടെ ടൈറ്റായി കഴിഞ്ഞാൽ ഒരു കാരണവശാലും എത്ര വലിച്ചാലും ഇങ്ങോട്ടേക്ക് ഇനി വരില്ല. ഇത് സെറ്റാക്കില്ലേ. ഇനി ഞാൻ ചെയ്ത് വെച്ച വർക്ക് കാണിച്ചു തരാം. ഇതാണ് ഞാൻ ചെയ്ത് വെച്ച വർക്ക് കേട്ടോ. അതായത് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ കേബിൾ വയർ, അതേപോലെ തന്നെ ഈ ഒരു സാധനം കാണിച്ചിട്ടില്ല, ഇത് ഇവിടുന്ന് ഒന്ന് ഊരിയെടുത്ത് കഴിഞ്ഞാൽ കിട്ടുന്ന സാധനമാണ് കേട്ടോ. ഇതിൻ്റെ പേര് ഞാൻ മറന്നുപോയി എന്താണെന്നുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഇതേപോലെ കമ്പി വളച്ചിട്ട് ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ പിന്നെ വാട്ടർ ലെവൽ നോക്കുന്ന അതും കയറ്റി കൊടുത്തതിന് ശേഷം ചെയ്തെടുത്തതാണ് ഈ ഒരു സംഭവം. അപ്പോൾ ഓക്കെ, ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.